വിശ്വാസികൾക്കിതാ പുണ്യം നിറഞ്ഞ ധന്യ നിമിഷങ്ങൾ. ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തിനായി ഭഗവാൻ ശിവൻ വിഷത്തെ പാനം ചെയ്യാൻ സന്നദ്ധമായ ദിവസമാണ് ശിവരാത്രി. ശിവന്റെ രാത്രി എന്നാൽ ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട രാവാണ്. ഇന്ന് ആചരിക്കുന്ന ഉപവാസവും വ്രതവും പൂജയും ക്ഷേത്ര ദർശനവും അടക്കമുള്ള ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. ഹൈന്ദവരിൽ ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി. ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് ഇത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ലോകത്തുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇന്ന് വിശേഷ ദിവസമാണ്. മരിച്ചുപോയവരുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയാടാനും ഈ ദിവസം പ്രധാനമാണ് എന്നാണ് വിശ്വാസം. കേരളത്തിൽ ആലുവ ശിവക്ഷേത്രത്തിലാണ് സുപ്രധാനമായ ആഘോഷം നടക്കുന്നത്. ആലുവ ശിവരാത്രി മണപ്പുറത്തിപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കും. ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് പ്രധാന ആചാരങ്ങൾ. ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുന്ന പതിവുമുണ്ട്. വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ലസ്സി എന്ന മധുരപാനീയം കുടിക്കുന്നു. ഇത് ശിവന്റെ ഇഷ്ടപാനീയമാണ് എന്നാണ് അവരുടെ വിശ്വാസം. ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ്. പാലാഴി മദനം നടത്തിയപ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീപാർവതി ശിവഖണ്ഡത്തിൽ മുറുക്കിപ്പിടിക്കുകയും വിഷം പുറത്തുപോവാതിരിക്കാൻ മഹാവിഷ്ണു ശിവഭഗവാന്റെ വായ അടച്ചുപിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഡത്തിൽ ഉറയ്ക്കുകയും ശിവന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തുവെന്നാണ് പുരാണം. UTV ന്യൂസ്, പാലക്കാട്.